അരി കുതിർക്കാതെ തന്നെ അരിപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വീട്ടിലൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അരമണിക്കൂറിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഏലക്കയുടെ കുരു മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഇത്രയും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് വേറൊരു ബൗളിലേക്ക് ഇതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മാവ് ഇരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ജീരകം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ കിണ്ണത്തപ്പം തയ്യാറാക്കാനുള്ളത് ആ പാത്രത്തിലേക്ക് ഇതൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ പാത്രത്തിൽ ഒരല്പം എണ്ണയൊന്ന് തടവിയതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് തിന്നായി പോകാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് തിക്കായിട്ട് വരാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം മാവൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ പാത്രം നമുക്ക് ആവി വന്നതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരേക്കും നമുക്കിതൊന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള കിണ്ണത്തപ്പം റെഡിയായി കഴിയും. ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും കിണ്ണത്തപ്പം തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ.